റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ ചെയ്യുന്നതിൽ അല്ലാഹുവിന്റെ റസൂലിനെ കവച്ചു വെക്കാൻ ഒരു കോടീശ്വരനും സാധ്യമല്ലാത്ത പോലെ അല്ലാഹുവിന്റെ റസൂൽ സദഖ ചെയ്യുകയും സ്വഹാബത്തിന് സദഖ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ധാരാളം കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം സ്വഹാബത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊടുക്കുക എന്നുള്ളത് അല്ലാഹു ഒരു മനുഷ്യന് ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യന്റെ കൈ വിശാലമാവുകയും, കൈ വിശാലമാകുന്നത് ഒരു ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് വിശാലമാകുമ്പോഴാണ് അവരുടെ കൈ വിശാലമാകുന്നത്. ഒരു വീട്ടിലെ ഭക്ഷണത്തിന്റെ പാത്രം നോക്കിയിട്ട് ഒരു വീട്ടുകാരിയായ ഉമ്മയെ വിലയിരുത്താൻ പറ്റും, ഒരു വീട്ടുകാരെ വിലയിരുത്താൻ പറ്റും. ഒരുപാട് വേണ്ട. ഒരു വീട്ടുകാരുടെ ഭക്ഷണം കണ്ടാൽ ആ വീട്ടുകാരുടെ നന്മ ആ ഭക്ഷണത്തിൽ, അവരുടെ വിജയവും പരാജയവും ആ ഭക്ഷണത്തിൽ, എല്ലാത്തിലും അറിയാൻ സാധിക്കുന്ന ഒരു അമലാണ് സദഖ. നിർബന്ധമായ സകാത്തിനെ പറ്റിയിട്ടും ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാ പരിശുദ്ധ ഖുർആൻ നിർബന്ധമായ സകാത്തിനെ പറ്റിയിട്ടും സദഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകളെ സദഖ എന്ന് വിളിച്ചിട്ടുണ്ട്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, ആളുകളോട് നല്ല ഒരു വാക്ക് പറയൽ സദഖയാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സങ്കടത്തിലിരിക്കുന്ന ഒരാളോട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറയലാണ് 1000-ഓ ലക്ഷങ്ങളോ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈർ ആ മനുഷ്യന് സന്തോഷത്തിന്റെ വാക്ക് പറയലാണ്. ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന മനുഷ്യനിക്ക് 1000-ഉം 2000-ഉം കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കാൻ അള്ളാഹുവിനെ പറ്റിയിട്ട് കാരുണ്യത്തിന്റെ വാക്ക് രോഗിയോട് പറഞ്ഞു കൊടുക്കുന്നവൻ ചെയ്യുന്നത് ലക്ഷോപലക്ഷം സദഖ ചെയ്ത പുണ്യത്തെ പോലും കവച്ചു വെക്കുമാർ അത്തരമൊരു നന്മയാണ്. സദഖക്ക് ബഹുമാനമുള്ളത് സമയം സന്ദർഭോചിതമാണ്. ഒരു വലിയ രോഗത്തിൽ പിടിപ്പെടുന്ന ഒരാൾക്ക് 1000 കൊടുക്കൽ ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഒരു ദുആ കൊടുക്കൽ വളരെ ഖൈറായിരിക്കാം. അപ്പോൾ അവിടെ ദുആ ചെയ്യണം. അതല്ല 10,000 10,000 ഉറുപ്പിക കൊടുത്തിട്ട് കൊടുക്കുമ്പോ പറയാ ഇത്രയുണ്ട് നീ ഇത് പിടിച്ചിക്ക എനി ചൊമ്മനാൾ നിക്ക് തറകു എടുക്കുക വിധിയില്ലല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഇവൻ പകുതി അവശനായി രോഗം മൂർജിക്കുകയാണ്. ഈ കൊടുത്ത 10 ശാപത്തിന്റെ 10 കാരണം നിന്റെ വാക്കുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വേദനക്ക് പരിഹാരം കൊടുക്കാൻ കഴിയില്ല. ഒരാളുടെ കണ്ണുനീർ ഞാൻ മൂലം നമ്മൾ മൂലം ഒരു മനുഷ്യൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് 1000-ങ്ങളും ലക്ഷങ്ങളും അതിന് പരിഹാരമാവുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളോടൊന്ന് പറയുന്നു, നമ്മൾ മൂലം ഒരാളുടെയും കണ്ണുനീരിന് കാരണമാകരുത്. നമ്മൾ മൂലം ഒരാളുടെയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാകരുത്. നമ്മൾ മൂലം ഒരാളുടെ രോഗം കൂടാൻ കാരണമാകരുത്. അതാണ് വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. ഏറ്റവും നല്ല സദഖ ഒരു നല്ല വാക്ക് പറയലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം വിളമ്പി വെച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ ഭർത്താവിൽ നിന്ന് ഭാര്യ കൊതിക്കുന്നത് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. എപ്പോഴും നമ്മൾ തിന്മ പറയുന്നത് കേട്ട് കേട്ട് ശീലിച്ച അവൾ കൊതിക്കുന്നത് ഇന്നെങ്കിലും ഇത്രയും കഷ്ടപ്പാട്, എത്ര കഷ്ടപ്പാട് പഴയ പോലെയല്ല. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പഴയ പോലെ ഒന്നല്ല. ഇപ്പം എന്തൊക്കെ ഇടങ്ങേറാണ്. ഈ യൂട്യൂബ് നോക്കണം, അതിൽ പറയുന്ന സാധനങ്ങൾ കൊണ്ടുവരണം, അതിരിച്ച് പറയുന്ന പോലെയൊക്കെ ചെയ്യണ്ടേ. ചിലപ്പോ ബിരിയാണി ആക്കിയിട്ട് ചക്കര കഞ്ഞാവും, എന്നാലും ബുദ്ധിമുട്ട് എത്രയൊക്കെയുണ്ട്. ഇതൊക്കെ അവരാക്കി തന്നാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക്. ഇതാണ് നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്ന് കൊതിക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ല ഫുഡാണെന്ന് ഭാര്യയോട് പറയാ. നല്ല മാർക്ക് വാങ്ങി വന്ന പൊന്നുമോൻ ഓടി ഉമ്മയുടെ അടുത്ത് വരുമ്പോ വെരി ഗുഡ്, എന്റെ മോൻ നല്ല ഉഷാറാന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാ.
നമ്മുടെ മക്കൾ കഷ്ടപ്പാടോടെ ഒരു ചിത്രം വരച്ച് കാട്ടുമ്പോ പൊന്നുമക്കൾക്ക് ഒരു നന്മയുടെ വാക്ക് പറയുക, ഒരു സമ്മാനം കൊടുക്കുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഇതുപോലെയുള്ള വാക്കുകൾ ചിലപ്പോ ആയിരങ്ങളും ലക്ഷങ്ങളും വിലമതിക്കുന്ന വസ്തുക്കളെ കാണും. വലിയതാകാം ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ വാക്കുകൾ പൊന്നുമക്കളിലേക്ക്. കാരണം പൊന്നുമക്കൾ പ്രായപൂർത്തിയെത്തൽ മുതൽ അങ്ങോട്ട് സ്പർശനം കൊതിക്കുന്നവരാണ്, തൊടാൻ കൊതിക്കുന്നവരാണ്. അവർ തൊടണം, ഉമ്മ തൊടണം, ബാപ്പ തൊടണം, മക്കളെ അടുത്തിരുത്തണം. അവർക്ക് ചെയ്യുന്ന കൊടുക്കുന്ന SLCയിൽ പാസ്സായ മൊബൈൽ ഫോൺ വാങ്ങിത്തരാന്നല്ല. എന്റെ പൊന്നുമോനെ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിനക്ക് ഞങ്ങൾ ദുആ ചെയ്യാം, നീ ഉഷാറാകണം. ഇങ്ങനെ നന്മയുടെ വാക്കുകൾ. ഇൻഷാ അല്ലാഹ് നീയൊക്കെ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ ഉമ്മക്കും മക്കൾക്കും നമുക്ക് ഉംറ പോകാം മക്കളെ, അള്ളാന്റെ കഅബ കാണാം. നല്ല നല്ല ഗിഫ്റ്റുകൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലുള്ളതാകണം. ധാരാളം സദഖ, നല്ല വാക്കുകൾ സദഖയാണ്. ഒരു മനുഷ്യനെ സന്തോഷിപ്പിച്ച വാക്ക് സദഖയാണ്. ആളുകളെ സന്തോഷിപ്പിക്കൽ സദഖയാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എല്ലാരും ടിക്ടോക്കിലുള്ള ആളുകളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരും ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ടിക്ടോക്കിലുള്ള ആളുകളൊക്കെ ചോദിക്കും, പരസ്പരം യാചിക്കാണ് കൈനീട്ടിയിട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യോ, എന്നെ ഫോളോ ചെയ്യോ, എനിക്ക് ലൈക്ക് തരുവോ. കൈനീട്ടിയിട്ട് ഇറക്കുന്ന എരപ്പാളികളെ പോലെ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ പാട്ടിനൊക്കെ തുള്ളിച്ചാടിയിട്ട് പൊന്നുമക്കൾ ചെറുപ്പക്കാർ യാചകന്മാരാവുകയാണ്. സദക്ക ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ദായിറക്കാരെ പോലെ, വീട്ടിലേക്ക് വരുന്ന ഖലീഫമാർ എന്ന് വിളിക്കപ്പെടുന്ന മുട്ടുകാരെ പോലെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീട്ടിന്റെ ഉള്ളറകളിൽ ലോകത്തിന്റെ നാനാദിക്കുകളിൽ ഉള്ളവരോട് നമ്മുടെ ആൺമക്കളും പെൺമക്കളും കൈനീട്ടിയിട്ട് ഇറക്കുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് എനിക്ക് ആരെങ്കിലും കുറച്ച് ലൈക്ക് തരുമോ, എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിച്ച് കരയുന്ന മക്കളാണ്. നമ്മൾ ദരിദ്രന്മാരാവുകയാണ്. ഇതിനേക്കാളും നല്ലത് പള്ളിയുടെ മുറ്റത്ത് തട്ടമിട്ടിട്ടിരുന്നിട്ട് ₹1 2 വേണ്ടി കൈനീട്ടലാണ്. തെറ്റ് ചെയ്ത് തിന്മ ചെയ്ത് മോശങ്ങൾ ചെയ്തിട്ട് ഇതിന് ലൈക്കിന് വേണ്ടി കാത്തിരിക്കുക. മുഖം തുറന്ന സഹോദരി എല്ലാ തിന്മകളിലും ഏർപ്പെട്ടിട്ട് ഓരോ ദിവസവും എത്ര ലൈക്ക് ഉണ്ടെന്നും എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നും കണ്ട് ആസ്വദിക്കാനും ചോദിക്കാനും പറയാനും ആസ്വദിക്കാനും ഇറങ്ങുമ്പോ പൊന്നുമുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റിലൂടെ നീ ചോദിക്കുന്നത്, തെറ്റിലൂടെ കിട്ടുന്നതും കാണുന്നതും എല്ലാം ഇതെല്ലാത്തിനെയും റബ്ബ് തആല ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ഏതോ സൗന്ദര്യമാർന്ന പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് മാഷാ അല്ലാഹ് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പച്ചയായ ഹറാമിനിക്ക് ഒരു മാഷാ അല്ലാഹ് അടിച്ചൊടുത്തില്ലേ നീ? മാഷാ അല്ലാഹ് എന്തോ വയസ്സാണ്, മാഷാ അല്ലാഹ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ തിന്മയിലേക്ക് സന്തോഷപ്പെടുത്തുകയല്ല വേണ്ടത്, തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്, നന്മയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വാക്ക്, മക്കളെ സന്തോഷിപ്പിക്കുന്നൊരു വാക്ക്. സ്കൂളിലൊക്കെ മക്കൾ വിളിച്ചാൽ അവിടെ പോയി ഡാൻസിന് മുമ്പിൽ നിന്നു കൊടുക്കലും നല്ല സപ്പോർട്ട് ചെയ്യലും അല്ല. നിസ്കരിച്ച മകനെ സപ്പോർട്ട് ചെയ്യുക, ദിക്ർ ചൊല്ലുന്ന പൊന്നുമോനെ സപ്പോർട്ട് ചെയ്യുക, ഖുർആൻ ഓതുന്ന പൊന്നുമോളെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ലൈക്ക് അടിക്കുക, അവർക്ക് ദുആ ചെയ്യുക. ഉമ്മയുടെ ദുആ, ഉപ്പയുടെ ദുആ. നിങ്ങൾ ദുനിയാവിൽ ഏറ്റവും വലിയ ഗിഫ്റ്റുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം ഒരുപോലെ വിട്ടിട്ട് നമ്മൾ നിർബന്ധമായ സക്കാത്തുകൾ, കച്ചവടത്തിൽ, പണത്തിൽ, സമ്പത്തിൽ 2.5% സക്കാത്ത് അത് നമ്മൾ കൊടുത്തേ തീരൂ. നമ്മൾ കൊടുക്കാതിരുന്നാൽ നാളെ മഹ്ശറയിലെത്തുമ്പോ സക്കാത്ത് കൊടുക്കേണ്ടവൻ സക്കാത്ത് കൊടുക്കാറ് 1000 റക്അത്ത് നിസ്കരിച്ചത് കൊണ്ടായില്ല, ഒരുപാട് ഉംറ ചെയ്തത് കൊണ്ടായില്ല, ഒരുപാട് ഹജ്ജ് ചെയ്തത് കൊണ്ടായില്ല. ചില ഹയവന്മാർ റമളാൻ എന്ന ഉംറക്ക് പോകുന്നു. ഞാൻ എല്ലാ റമളാനിലും ഉംറയാണ്. എന്തിന്? വീടുകളിലേക്ക് ആളുകൾ വന്നിട്ട് സദഖ കൊടുക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് റമളാനിൽ നീ ഉംറക്ക് പോകുന്നു. ആ നിയ്യത്താണോ നിന്നിലുള്ളത്? നിന്റെ ഉംറ റബ്ബിലേക്ക് ഉയർന്നു പോകുന്നില്ല, അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നില്ല, റബ്ബ് നിന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. الذين ينفقون أموالهم في سبيل الله
അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ മന്നം വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ 262-ാം ആയത്ത് അല്ലാഹു തആല പറയുന്നു, സമ്പത്തിനെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ അള്ളാന്റെ വഴിയിലാണ് ചെലവഴിക്കേണ്ടത്. ക്രിക്കറ്റിനല്ല, ഫുട്ബോളിനല്ല, മ്യൂസിക് പാട്ടുകൾക്കല്ല, ഈശൽ നൈറ്റുകൾക്കല്ല, യാതൊരുവിധ തിന്മക്കല്ല, മൊയിലാഞ്ചിയുടെ രാത്രിയുടെ ഗാനമേളക്കല്ല, ഒരു തിന്മക്കുമല്ല ചെലവഴിക്കേണ്ടത്. ഹറാമുകളാകുന്ന മോശങ്ങളാകുന്ന ഒന്നിലേക്കുമല്ല, ഭക്ഷണം എറിയുന്നതേക്കല്ല, അല്ലാഹു പൊരുത്തപ്പെടാത്ത ഇസ്രാഫുകളിലേക്കല്ല ചെലവഴിക്കുന്ന ഓരോന്നും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ. അതായത് ഓരോന്ന് കൊടുക്കുമ്പോഴും ഇത് പടച്ചുറപ്പ് പൊരുത്തപ്പെട വഴിയിലേക്കാണോ? ഉസ്താദേ, മക്കളുടെ കാർബാറ് മക്ക ചൊന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉപ്പയായവനെ, ഉമ്മയായവളെ, ഈ കല്യാണത്തിൽ നിങ്ങൾ കൂടേണ്ടതില്ല. മക്കളുടെ കാർബാറ, മക്കൾ ഉമ്മ പറഞ്ഞ പോലെ ഉപ്പ പറഞ്ഞ പോലെ ദീനിയായ വിഷയം കേൾക്കാത്ത മക്കളുടെ കല്യാണ കാര്യത്തിന് ഉപ്പയായവൻ കൂടേണ്ടതില്ല, ഉമ്മയായവൾ കൂടേണ്ടതില്ല. ഈ മക്കളാണ് നാളെ നമ്മെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കള്. ഏതുമാകട്ടെ, ധാരാളം നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ ചെലവഴിച്ചാ പോരാ. പിന്നെ അവരുടെ പിന്നാലെ നടന്നിട്ട് എടുത്തു പറയലില്ല. ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട്, എന്തെങ്കിലും ചെയ്താൽ പിന്നെങ്ങനെ എടുത്തു പറയുക. ഓരോ വിഷയം വരുമ്പോഴും അന്ന് നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, അന്ന് നിന്നെ സഹായിച്ചിട്ടില്ലേ, അത് എടുത്തു പറഞ്ഞിട്ടും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുക. ഇത് ഒരിക്കലും പാടുള്ളതല്ല. ഭാര്യമാർ ഭർത്താവിനെങ്ങാനും നിങ്ങളുടെ ആങ്ങളമാർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തെ പറഞ്ഞു ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അയൽവാസികളിൽ വല്ല സഹായം ചെയ്താൽ പിന്നീടൊരു സമയത്ത് അത് പറഞ്ഞിട്ട് അന്ന് ബുദ്ധിമുട്ടാകുമ്പോ ഞങ്ങ വേണോ, പൊതുമുണ്ടിയിട്ട് എൻഗേജ്മെന്റ് ആകുമ്പോ ഞങ്ങളിട്ട് ചൊല്ലകാവില്ല. ഉമ്മിനീങ്ങളെ എങ്ങനെ ചൊല്ലാനാണ്? ആർക്കെങ്കിലും അറിഞ്ഞാ പൊതുമുടക്കുന്ന കാലം അല്ലേ, മംഗലം മുടക്കുന്ന ഫിത്നക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും. ആര് കേട്ടെങ്കും അത് ഞങ്ങൾക്ക് ചൊന്ന പാർട്ടിയല്ല, ഞങ്ങൾക്കത് വേണ്ട, ആരീന്ന് അറിയാൻ പോലുമില്ല. ചില നാട്ടിൽ അങ്ങനെയുണ്ട്. ഏത് ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ചോദിച്ചാലും പറയും, തെല്ല് ഗാഞ്ചരങ്ങളിട്ട് മുഞ്ഞാണ്ട് പോയോണ്ടിന്ന് എന്തിനുണ്ട് സമാപിടിയില്ല. ഇങ്ങനെ പൊതുമുടക്കുന്നവർ ഏതെങ്കിലും പെൺമക്കളെ പറ്റിയിട്ട് ഉമ്മമാരോട് വിളിച്ചോദിച്ചാ പറയും, എന്തിരണ്ട് കൊന്നില്ല ബന്നിരണ്ടാ പോയിരണ്ട് എന്തെല്ലാം ചൊന്നോയിന്നാറ്. ഞങ്ങ പിന്നെ പെൺമക്കളെ വിഷയത്തിൽ ഫസാദാക്കോ ഞങ്ങളില്ല. ഇത് ഇപ്പാക്കിയതും ദീനേക്കാളും വല്ല ഫസാദുണ്ടോ? ഉമ്മമാരെ, ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസികളിൽ, നാട്ടില്, വീട്ടില് സദഖാ ചെയ്തവരിൽ അങ്ങനെ യാതൊന്നും പാടുള്ളതല്ല. നമ്മൾ ചോദിച്ചപ്പോൾ കാറ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് കുക്കർ ചോദിക്കുമ്പോ കുക്കറിന്റെ വിസിലില്ലാണ്ട് ചൊന്നിട്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചോദിക്കരുത്, അണ്ട് 5 ലാക്കര കാറ് തർമ്മത്തുവോ ഇതെന്തില്ലാണ്ട് 1000 രൂപയുടെ കുക്കർ കേൾക്കുമ്പോ വിസിലില്ലാണ്ടാ നോക്കാനിക്ക് പഠിപ്പാട്ടെ. ഈ രൂപത്തിലുള്ളവരല്ല. ഒരു നന്മ ചെയ്താലും എടുത്തു പറയുന്നവരല്ല. ചെറുപ്പക്കാരോ തമ്മിൽ സൈക്കിൾ ചോദിച്ചിട്ട് ഞാൻ നാണണ്ട് നിക്ക് സൈക്കിൾ തന്നിട്ടില്ലേ, സ്കൂട്ടി തന്നിട്ടില്ലേ? ഉമ്മമാരെ, ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്ത് മദ്രസയിലേക്ക് വിടരുത്. ചെറിയ മക്കളുടെ കയ്യിൽ ബൈക്ക് കൊടുക്കരുത്. ചെറിയ മക്കളുടെ കയ്യിൽ കാർ കൊടുക്കരുത്. അപകടത്തിലെത്തിപ്പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്നാരും കരുതേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കണമെന്നിടക്ക് വെച്ചോർമ്മപ്പെടുത്തുന്നു. ഒരു ബുദ്ധിമുട്ടും ആക്കലില്ല. ചില അളിയന്മാരൊക്കെ അളിയന്മാർക്ക് ഗൾഫിലേക്ക് വിസ ഇട്ടാൽ പിന്നെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീടുണ്ടാക്കിയാ പറയും, നാണല്ലേ എനിക്ക് ഫസ്റ്റ് വിസ ഇട്ടേ, നാണല്ലേ എനിക്ക് അങ്ങനെ ആക്കിരെ ഇങ്ങനെ ആക്കിരെ, ഇപ്പൊ നിക്കെന്റെ വലിയ ഗത്ത, ഇപ്പൊ ഞങ്ങളുടെ കണ്ടങ്ങാവില്ലല്ലേ. ഒരാൾക്കും ചെയ്തൊരു ഉപകാരോ എടുത്തു പറഞ്ഞാൽ, യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ. ഉപകാരം ചെയ്തതെടുത്ത് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് അവരെ സങ്കടപ്പെടുത്തിയാൽ നിങ്ങളുടെ സദഖ നിങ്ങൾ ബാത്തിലാക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ.
അല്ലാഹു അസ്സ വജൽ അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഒരാളെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ സദഖ ചെയ്തു, ഭക്ഷണം കൊടുത്തു, ഹെൽപ്പ് ചെയ്തു, ഉപകാരം ചെയ്തു. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിന്റെ പ്രതിഫലം നാളെ അവൻ തിരിച്ചു തരാനുള്ളതല്ല. ഹെൽപ്പ് ഞാൻ അവൻക്ക് അവന് ഹെൽപ്പാക്കിയിരുന്നു, അക്കവണ് ഹെൽപ്പാക്കിയിട്ടില്ല. നീ ഹെൽപ്പാക്കിയതിന് നാളെ നിനക്ക് ഹെൽപ്പ് നൽകുന്നവൻ അല്ലാഹുവാണ്. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ വക്കലാണ് അതിന് പ്രതിഫലം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ വാക്കാണ് ഇവിടെയും പറഞ്ഞത്. ഇങ്ങനെ സദഖ ചെയ്യുന്നവർ, ഹെൽപ്പ് ചെയ്യുന്നവർ, ലാ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു പേടിയുമില്ല, ഭയപ്പാടുമില്ല, സങ്കടവുമില്ല. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ധാരാളം സദഖ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീന യുൻഫിഖൂ. അല്ലാഹുവിന്റെ ഖുർആൻ പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്നു റിആ അന്നാസ്, ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ കാണാൻ, ജനങ്ങൾ അറിയാൻ, അതിനു വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പുണ്യമാക്കി പറഞ്ഞ സദഖ ഇല്ലയോ, അതിനെ നിങ്ങളാരും ബാത്തിലാക്കി കളയാൻ പാടില്ല. എടുത്തു പറഞ്ഞാൽ അത് ബാത്തിലാണ്, എടുത്തു പറഞ്ഞാൽ അത് ബാത്തിലാണ്. അല്ലാഹുവിലേക്ക് അത് എത്തിച്ചേരുന്നില്ല, റബ്ബിലേക്ക് അത് എത്തിച്ചേരുന്നില്ല. അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഇതിന്റെ കൂലിയുള്ളത് അല്ലാഹുവിന്റെ അടുത്താണ്, സദഖയുടെ പ്രതിഫലമുള്ളത് അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നമ്മൾ നൽകിയതിൽ നിന്ന് നിങ്ങൾ സദഖ ചെയ്യണം. അല്ലാഹു തന്നതല്ലയോ, അവൻ തന്നതിന് നമ്മൾ എല്ലാവരും സദഖ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുന്നവരെ പോലെ കൊടുത്ത് നിങ്ങൾ കൊടുത്ത സദഖയുടെ, ഭക്ഷണത്തിന്റെ, പൈസയുടെ, മാലയുടെ, മോതിരത്തിന്റെ, സ്വർണത്തിന്റെ പ്രതിഫലം നിങ്ങളാരും നഷ്ടപ്പെടുത്തരുതെന്ന് അല്ലാഹു പറയുന്നു. എങ്ങനെ? കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നവർ. ജനങ്ങൾ കണ്ടാ പൈസ കൊടുക്കും, കണ്ടില്ലെങ്കിലോ? ഞാനൊരു പള്ളിയിൽ നിന്നപ്പോ വെള്ളിയാഴ്ച ഒരു പാവപ്പെട്ട ഒരാൾ വന്നു, നാട്ടുകാരോടൊക്കെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. ഞാൻ നിൽക്കുന്ന എന്തിനാ? എന്നെ കണ്ടിട്ടെങ്കിലും പാവപ്പെട്ടവർക്ക് കുറച്ചെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ ഞാൻ കുറച്ച് ദൂരത്താണ്, മുസല്ലന്റെ അടുത്തില്ല. ഒരാള് 20 ഉറുപ്പ്യ മുസല്ല കിട്ടി. 20 ഉറുപ്പ്യ ചോന്ന നോട്ട്, 20 ഉറുപ്പ്യന്റെ ചോന്ന നോട്ട് മുസല്ല കിട്ടി. ഇട്ടിട്ട് അയാൾ ചില്ലറ എടുക്കുന്നു മുസല്ലേന്ന്. എത്ര ചില്ലറ എടുത്തേ? 40 ഉറുപ്പ്യ. മുസല്ലക്ക് ഞാൻ ദൂരെ നോക്കിക്കൊണ്ട് ഇയാൾ 20 ഉറുപ്പ്യ ഇട്ടത് കണ്ണ് മെല്ലെ ഇരുന്നിട്ട് ചില്ലറാക്കി 40 ഉറുപ്പ്യ എടുത്തു. ഈ 40 എടുക്കുന്ന കണ്ടെങ്ക വിചാരിക്കുള്ള 50 ഇട്ടിട്ട് 40 എടുത്തായിക്കോണം. ഇതെന്താക്കിയേ? നല്ല സദക്ക. മെല്ലെ അപ്പുറം ഇപ്പുറം നോക്കി 20 ഇട്ട് 40 ഉറുപ്പ്യ എടുത്തിട്ട് കീസക്ക് ഇട്ട്. ഓ, ആൾക്കാരുടെ സദക്ക കൊടുത്ത പോലെ കീസക്ക് ഒരു 20 ഉറുപ്പ്യ ലാഭമായി. ഇങ്ങനത്തെ സദക്ക മുസാഫായത്താക്കുമ്പോൾ ഇടല് നല്ല മനുഷ്യന്മാരുണ്ട്. വന്നപ്പന്നെ പ്രസിഡന്റ് ഒരു മുത്തിന്റെ മാല കൊടുത്തിട്ട് ഉസ്താദിന് കാണിച്ചോണ്ട ഒരു ഉമ്മ മദ്രസക്ക് വേണ്ടി തന്നു. വേറെ ഒരു ടിന്നിൽ പൊന്നെന്തോ കണ്ട പോലെ അല്ല. അള്ളാഹു ബർക്കത്താക്കണം റഹ്മാനെ. ചിലട്ടല്ല വയലിന് മുസാഫായത്താക്കുമ്പോ എന്താക്കുന്ന അറിയോ? ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന കയ്യിൽ ചുരുട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ മുസാഫായത്താക്കുന്നു. വരുന്ന ഒരാൾ ചുരുട്ടിയപ്പോ ഞാൻ കേട്ടു പൈസ ഉണ്ട് കേട്ടോ അയാളോട്. അയാൾ താക്കുന്നു കീഴ് വീണ്ടാണ്ട് കീഴ് വീണ്ടുണ്ട്. ഈ മനസ്സ് കൊടുത്തിട്ടേ ഇല്ല. കാല് കയ്യിൽ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നു. ബക്കറ്റ് വരുമ്പോ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് എടുക്കുന്നത്, പൈസ ഇടുന്നില്ല. ബക്കറ്റ് ഉള്ളിൽ കൈ മാത്രമേ കൈയിട്ട് കൈ പറ എടുക്കുന്നത്. കൈ പുതിയ ഐഡിയ, പുതിയ ടൈപ്പിന് കള്ളന്മാർ. പണ്ടത്തെ പോലത്തെ കള്ളന്മാരല്ല, ഇപ്പൊ നല്ല നല്ല കള്ളന്മാർ. അങ്ങനെ സിമ്പിൾ ഒന്നുമില്ല. പണ്ട് മറ്റേ ഗമ്മലിട്ട് ഡബിനുള്ളിലേക്ക് പൈസ ഇട്ടിട്ട് കട്ടുണ്ട്. ഇപ്പൊ കണ്ട മുസല്ലക്ക് 20 ഉറുപ്പ്യ 40 ഉറുപ്പ്യ എടുക്കുന്നത് ലേറ്റസ്റ്റ് കള്ളന്മാർ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ, അല്ലാഹു നീ സലാമത്താക്കണേ അല്ലാ. നമ്മളാരും ഇങ്ങനെ ആകാൻ പാടില്ല.
പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കാനും പാടില്ല. ചില ആള് കുടുംബത്തിൽ അവിടെ എവിടെ ഒന്നും ചോദിച്ചാൽ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. പിന്നെ സ്റ്റേജും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ എത്രയും കൊടുക്കും. ചില നാട്ടിലെ ജമാഅത്തിൽ സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഇത്ര ഫീസ്, എത്ര സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ മേലിൽ പേരിട്ടെങ്കിൽ 10,000. മുഖ്യ അതിഥി, വിശേഷ മുഖ്യ അതിഥി 25,000 രൂപ, അതിഥി 10,000 രൂപ, നോട്ടീസിൽ കീഴ് പേര് വന്നെങ്കിൽ 5,000 രൂപ. ബിസിനസ് അതല്ല ഇപ്പൊ. ഏത് നോട്ടീസിൽ പേരിട്ട് നിങ്ങൾ പേരിക്കണ്ട, അങ്ങനെയല്ല പേരിട്ട് ഞങ്ങളെ പേര് എന്താ ആരും ഇട്ടില്ലാന്ന് നിങ്ങൾ മെല്ലെ കമ്മിറ്റിക്ക് വിളിച്ചു കിടന്ന പേരിടമാ ഒന്നല്ല ജണ്ടിടാ കീഴ് ജണ്ടിട്ടെങ്കിൽ 10,000 രൂപ, കേട്ടെങ്കിൽ തപ്പിട്ടിട്ടെന്ന് ചൊല്ല അല്ലെ, പ്രസിഡന്റ് തപ്പിയെന്നല്ല. ചില ജമാഅത്തിലുള്ള നോട്ടീസിൽ പേരില്ലെങ്കിൽ ഗലാട്ടല്ല. നണ്ടതാണ് ഇത്ര സ്വറാക്കി നന്റെ പേര് മാത്രം പേപ്പറിൽ വന്നിട്ടില്ല, നന്റെ മാത്രം കണ്ണിൽ പിടിക്കില്ല. നോക്കാം ഇപ്പല്ല നവീനർക്ക് പാട പഠിപ്പായിട്ടല്ല. ഇതോടെ പ്രസിഡന്റ് തപ്പിയും ഗലാട്ടെ. ഒരു ജാഗിൽ നോക്കുമ്പോ ഭയങ്കര ഗലാട്ടെ. ഉറൂസ് കമ്മിറ്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഉറൂസല്ല കഴിഞ്ഞ് എന്തേ നണ്ടാട്ടി മേലിട്ട് പോണ അത്ര വലിയ ആയിട്ടാണ്. കുറെ ആളെ പേരുണ്ട് ലാസ്റ്റ് സമാരോപ സംഭാരത്തിന്. ഒരു ആചാരാട്ടി മേലിൽ പിന്നോട്ടല്ലേ പേരുള്ള നണ്ടാട്ടി മേലിട്ട് പോണ അത്ര വലിയ ആളാണ്. അത് നക്കൂടെ ഇപ്പൊ ചൊല്ലണോ, ഇത്ര ആളെ എത്ര ചൊല്ലണോ, നാണാ വലിയ ഓണാ വലിയ എന്ത് സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ അള്ളാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയിൽ അവർ ധാരാളം ജിഹാദ് ചെയ്യുന്നവരാണ്. സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്, ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. ഒരുപാട് പറയാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തും, നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ചെലവഴിക്കണേ. അള്ളാന്റെ ഖുർആൻ പറയുന്നു നല്ലത് ചെലവഴിക്കണം, നല്ലത് കൊടുക്കണം. ഉള്ളതിൽ നല്ലത്. ബക്കറ്റ് വരുമ്പോ അടിയിലെ കൈയിട്ടിട്ട് കോയിൻസ് അല്ല തപ്പേണ്ടത്. 1000 500 വെച്ചിട്ട് പിന്നെയും തപ്പുന്ന ഏതുവരെ ജുമുഅക്ക് വന്നിരുന്നു പോലും എഞ്ചിട്ട് തുണി പൊന്തിച്ചിട്ട് നിക്ക് ഉള്ളിൽ കീശക്ക് കൈയിടുന്നതിന്റെ 10 ഉണ്ടോ 5 ഉണ്ടോ പിന്നെ 1000 ഉണ്ടോ 500 ഉണ്ട്. ഇതൊന്നും ബക്കറ്റ് കിടാൻ പറ്റില്ല, ഡബ്ബിക്ക് ഇടാൻ പറ്റില്ല. ഡബ്ബിക്ക് തപ്പിയിട്ട് പോലും 1 രൂപ അല്ലാതെ ഇടല. നേർച്ചയാക്കിയ പോലെ ഈ 1 രൂപ മാത്രം ഒരു എറിയല്. ആർക്ക് വേണ്ടിയിട്ടാണിത്? അള്ളാഹുവിന് വേണ്ടിയിട്ടോ? ഉള്ളതിൽ നല്ലത്, പോക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും മുന്തിയ നോട്ട്, ഏറ്റവും നല്ല നോട്ട് കൊടുക്കാനാണ്. ഏറ്റവും നല്ല സമ്പത്ത് ഉള്ളതിൽ നല്ലത്, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ ചെലവഴിക്കുന്നതില്ലയോ, നിങ്ങൾ സദഖ ചെയ്യുന്നതില്ലയോ, നിങ്ങൾ നേർച്ചയാക്കിയതില്ലയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതവൻ അറിയുന്നുണ്ട്. അല്ലാഹു അതറിയുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന സദഖ, നിങ്ങൾ വെക്കുന്ന നേർച്ച, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. ആരറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു തആല അറിയുന്നുണ്ട്. നമ്മളുടെ സദഖ ബക്കറ്റിൽ നീ എത്ര ഇട്ടു അല്ലാഹു കാണുന്നുണ്ട്. നീ എത്ര നേർച്ച വെച്ചു അല്ലാഹു അതറിയുന്നുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, റബ്ബിന്റെ ഖുർആനാണ്. അല്ലാഹുവാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ സദഖ അല്ലാഹു കാണുന്നു, അറിയുന്നു. നിങ്ങളുടെ നേർച്ച അല്ലാഹു കാണുന്നു, അറിയുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേർച്ചകളെല്ലാം ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ വമാ അൻഫഖ്തും മിൻ നഫഖ വഔ നദർതും മിൻ നദർ. ഈ നദർ, ഈ നേർച്ച നമ്മളുടെ വഔ നദർതും മിൻ നദർ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. നിങ്ങൾ ചെലവഴിക്കുന്നത്, നിങ്ങൾ നേർച്ച വെക്കുന്നത്, ഇതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ലേ? ഇല്ല, ഇരിക്കാൻ ഉണ്ടാ സൗകര്യം ഉണ്ടല്ലോ മുള്ളല്ലോ. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ. ചില ആളെ നേർച്ച വെക്കും. സീക്ക് വരുമ്പോ നേർച്ച അത്ര ഇത്തരട്ടല്ല. എന്തെല്ലാം ഓടല്ല ദർഗ ഉണ്ട്, ഓടല്ല സലാത്തുണ്ട്, ഓടല്ല മജ്ലിസിനൂറുണ്ട്, എല്ലാത്തേക്കും വെച്ച്. പണ്ട് ഒരു ഒരാൾ മോൻ പറഞ്ഞതാണ്, എന്റെ ഉമ്മക്ക് ഉഷാറില്ലാതെ അപ്പൊ 1 കിണ്ടൽ അരി എത്തീംഖാനക്ക്, 1 കിണ്ടൽ ദർഗക്ക്, 1 കിണ്ടൽ പള്ളിക്ക്, 4 കിണ്ടൽ അരി നേർച്ചാക്കണ.
അപ്പൊ ഇത്രയുള്ള കിണ്ടല്ല നേർച്ചാക്കി കൊടുക്കുന്ന അപ്പൊ അയിമ ചെന്നേല നേർച്ചാക്കിട്ട് അമ്മ പഠിച്ചോ പിരിസ വന്നിട്ട് രോഗം ലസീഫാക്കുന്നു. പിന്നെ പഠിച്ചോ നേർച്ചലാക്കി കൊടുക്കാൻ കഴിഞ്ഞിട്ട് നീ പൊരുത്തപ്പെട്ടല്ല അള്ള പൊരുത്തപ്പെടുന്നു എന്നല്ല ഐഡിയ കണ്ട. എങ്ങനെ 4 കിണ്ടൽ നേർച്ചാക്കുമ്പോ പഠിച്ചോ സലാമത്താക്കി. പിന്നെ സുഖായ പിന്നെ പഠിച്ചോട് ചെന്ന് പഠിച്ചോനെ നേർച്ചാക്കി നീ തറകൊന്നുണ്ടവട്ടെന്നില്ല പഠിച്ചോനെ നീ മാപ്പാക്ക്. കൊണ്ടൊരാള് കാസർഗോഡിലെ പോകുമ്പോ ബൈ തെറ്റിയല്ല ജാവു പാതിരാക്ക് പോയിട്ട് ബൈ എങ്ങനെ പോയ എനിക്ക് റൂട്ട് കിട്ടില്ല എഞ്ഞ പോയ സമാവരമേ. ലാസ്റ്റ് ആള് നേർച്ചാക്കിയല്ല പഠിച്ചോനല്ല സരിയായ മാലിക് ദിനാർ തങ്ങളെ ദർഗാക്ക് വീട്ടിൽ ഒരു പട വിരിക്കാൻ ഒരു പട ഇട്ടേ അങ്ങനെ പോയിട്ട് എത്തി ഹൈവേക്ക് എത്തി. ഒരു റോട്ടിൽ ഒരറിഞ്ഞ റോട്ടിലേക്ക് എത്തിയിട്ട് അമ്മ ചെല്ലിയാല നേർച്ച. ഞാൻ മാലിക് ദിനാർ വന്നിട്ട് എട്ടുപാട്ടി എന്തല്ല നാളെ പോയിട്ട് എത്തിയല്ലേ നേർച്ച കൊടുത്തില്ലെങ്കിൽ തൊന്തരൊന്നുമില്ല. അത് കഴിഞ്ഞ് കുറെ ഇപ്പുറത്ത് രൂപയ്ക്ക് വൈ തെറ്റിയാലേ. അപ്പൊ ഈ മനസ്സിൽ ചെന്നല്ലേ എന്തൊരു ബാവാ ഒരു മാലിക് ദിനാർ എന്ത് കുസാലില്ലേ ഞാൻ വെത്ത് ചെന്ന് നേർച്ച കൊടുക്കാ റോഡ് കിട്ടു. എങ്ങനെ ഫസ്റ്റ് നേർച്ചാക്കിട്ട് പിന്നെ കേൾക്കുന്നത് മാലിക് ദിനാർ കുസൽ തന്നെ കൊടുക്കില്ലാണ്ട് ഇത് കുസാലിനും കൊടുക്കില്ല കാത്തിലും കൊടുക്കില്ല. നേർച്ച മാത്രം നേർച്ചാക്കുന്നത് ഒരു ജാതി നേർച്ചാക്കുന്നതിലാണ് അത്ര ഇത്രന്നില്ല പെണ്ണുങ്ങൾക്ക് ആരാധത്ത്. പിന്നെ പോണക്കുന്ന ഉസ്താദ് പാമ്പ് കിനാവ് കണ്ടുണ്ട് നേർച്ച ബാക്കി പാമ്പാ കൊത്തല കിനാവ് മാത്രമേ ഈ മാതിരി നേർച്ച വെച്ചെങ്കിൽ പാമ്പളക്കുക. പഠിച്ചോ കാത്തിങ്ങനെ പാമ്പല്ല പോകുന്നോണ്ട് നേർച്ചല കരട്ട് കൊടുക്കുന്നു. പാമ്പല്ല പോയില്ല അല്ലേ. അല്ലാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ, നീ സലാമത്താക്കണേ അല്ലാ. ഒക്കെയാണ് പാമ്പിന്റെ സ്വപ്നം കണ്ടാൽ ശത്രുക്കൾ ഉണ്ടെങ്കിൽ കാണാം, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാണാം, നേർച്ച ബാക്കി ഉണ്ടെങ്കിലൊക്കെ കാണാം. അതൊക്കെ അങ്ങനെയാണ് അല്ലാന്നല്ല. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറും ബറക്കത്തും റഹ്മത്തും നൽകണേ അല്ലാ. രഹസ്യമായി കൊടുക്കുന്നത് ഫഹുവ ഖൈറുൽ ലക്കും. ആരും അറിയാതെ സീക്രട്ടായി ചെയ്യുന്ന ദാനധർമ്മമില്ലേ, സീക്രട്ടായി നിസ്കരിക്കുന്ന തഹജ്ജുദ്, സീക്രട്ടായി നിസ്കരിക്കുന്ന ളുഹാ, ഇതെല്ലാത്തിനും ഒരുപാട് പവിത്രതകൾ കൂടുതലാണ് ഉമ്മമാരെ. നടുവേദന, മുട്ടുവേദന, കാലുവേദന എല്ലാത്തിനും ളുഹാ നിസ്കാരം പരിഹാരമാണ്. മുട്ടുനൊമ്പളം, നടുവേദന, കൈകാല് കടച്ചിൽ ളുഹാ നിസ്കാരം കൊണ്ട് 4 റക്അത്ത് അള്ളാഹുവിന് വേണ്ടി ളുഹാ നിസ്കരിച്ചാൽ ഇനി നാളെ പോയിട്ട് പഠിച്ചോണേ കൈകാല് മുട്ടുനൊമ്പളം ളുഹാ നിസ്കാരം പഠിച്ച റബ്ബുത്താല ഇതുകൊണ്ട് ശിഫ കിട്ടൂല. അള്ളാഹ്ക്ക് വേണ്ടി ളുഹാ നിസ്കരിച്ചാൽ നിന്റെ ഞാടി ഞരമ്പുകളല്ല അള്ളാഹു റാഹത്തിലാക്കി തരുന്നു. പിന്നെ വെള്ളം ഇസ്രാഫ് ചെയ്യുന്നത് സൂക്ഷിച്ചാൽ, കൂടുതൽ പെണ്ണുങ്ങളായതുകൊണ്ട് പറയുന്നു ഉമ്മമാരെ, കുടിച്ച വെള്ളത്തിൽ ബാക്കി വന്നതുപോലും അവിടെ കളഞ്ഞാൽ, ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിൽ ബാക്കിയുള്ളത് നിങ്ങൾ വേസ്റ്റ് ചെയ്താൽ, വെള്ളം ഇസ്രാഫ് ചെയ്യുന്നവർക്ക് വിട്ടുമാറാത്ത വേദനകൾ, കാലുവേദന, കൈവേദന, മുട്ടുവേദന, കടച്ചില്, കൈകാല് കടച്ചില്. എന്താ കാരണം? നിങ്ങളുടെ വീട്ടിൽ ഭൂമിയുടെ രക്തമാണ് വെള്ളം. അത് ഇസ്റാഫ് ചെയ്താൽ വിട്ടുമാറാത്ത വേദനകൾ വരുമെന്ന് തിബ്ബിന്റെ കിതാബുകളിൽ കാണാം, മഹാന്മാര് പറഞ്ഞത് കാണാം. അതുകൊണ്ട് 2 നാള് കൈകാല് കടച്ചൽ വിട്ടില്ലെങ്കിൽ പിന്നെ ഉസ്താദവർക്ക് കണക്ക് നോക്കാൻ മാറ്റി കൈകാല് കടച്ചൽ എന്താക്കി മുമ്പോണില് വിറ്റാമിന്റെ മാത്ര കുടിച്ച ബി കോംപ്ലി എന്ത് സുർഗാട് കുടിച്ച ഒമേഗ3 എന്ത് കുടിച്ചിട്ട് നട്ടമേല്ല ഉസ്താദേ. നട്ടണോ ഉമ്മ വെള്ളം ഇസ്റാഫ് ചെയ്യുന്നത്? വെള്ളം കുളിക്കാനും വലക്കാനും പാത്രം കഴുകാനും കുടിച്ച വെള്ളത്തിൽ ഒരുറ്റു വെള്ളം പോലോ നീ ഭൂമിയിലേക്ക് കളഞ്ഞു പോയാൽ വിട്ടുമാറാത്ത വേദനകൾ നിന്റെ പിന്നാലെ വരുമെന്ന് കിതാബിലുണ്ട്. അല്ലാ ഞങ്ങൾക്ക് നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. പിന്നെയോ അള്ളാന്റെ റസൂല് പറയുന്നു, രാവിലെ 2 മലക്കുകൾ ഇറങ്ങി വരുന്നു. അതിരാവിലെ ഇറങ്ങി വന്നിട്ട് ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫാ, ചെലവഴിക്കുന്നവർക്ക് പിന്നെയും പിന്നെയും ധാരാളം കൊടുക്കണേ അല്ലാ. മറ്റൊരു മലക്ക് ദുആ ചെയ്യുന്നു, അല്ലാഹുവേ മുംസിക്കിനിക്ക് പിടിച്ചു വെക്കുന്നവനിക്ക്, കഞ്ചൂസിനിക്ക് ഖലഫാ നീ നാശം കൊടുക്കണേ അല്ലാ, രോഗം കൊടുക്കണേ അല്ലാ, ബേജാറ് കൊടുക്കണേ അല്ല, ബുദ്ധിമുട്ട് കൊടുക്കണേ അല്ല. 2 മലക്കുകൾ വന്നിട്ട് ഓരോ നാട്ടിലും 2 ദുആ ചെയ്യുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊടുക്കണം, കൊടുത്തിട്ട് തിന്നണം. തിന്നുമ്പോ ഏതുവരെ കൊടുക്കാത്തവർ ഒരൊറ്റ വീട്ടിൽ ഇലവണ് മൂത്തോണ് എല്ലാരും മറ്റും എല്ലാ സുർഗാട് ഒരേ ഒത്തുണ്ട്. എത്ര കൊണ്ടുവരുന്നു? എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവരുമ്പോ അവരെ മക്കൾക്ക് മാത്രം
അവരുടെ ഭാര്യക്ക് മാത്രം ഐസ്ക്രീം കൊണ്ടുവരാണെങ്കിലും അങ്ങനെ ആരും കാണാതെ ഒളിപ്പിച്ചു കൊണ്ടുവരിക, പിസ്ത കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ചോക്ലേറ്റ് കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ഷവർമ്മ കൊണ്ടുവരാണെങ്കിലും അങ്ങനെ, ഇതൊക്കെ ഒളിപ്പിച്ചു കൊണ്ടുവന്നിട്ട് അലമാരകളിൽ വെച്ച് എല്ലാരും കടന്ന ശേഷം തിന്നുന്ന സംവിധാനം, ആ ഒരു സ്വഭാവം അത് നല്ല സ്വഭാവമല്ല. മക്ക കഴിച്ചോദിക്കുമ്പോൾ ഞങ്ങൾ അപ്പുറം ഇപ്പത്തെ മക്ക കഴിച്ചോണ്ടിരിക്കുമ്പോ ഈ മക്കൾക്ക് ഐസ്ക്രീം ഉണ്ട് ഇവിടെ കൊടുക്കുക. സൺഡേ അല്ല, ഐസ്ക്രീം എല്ലാം ഉണ്ട് ഫ്രിഡ്ജിൽ. ചില പെണ്ണിങ് എന്താ കൂട്ട നിങ്ങളെ ഗുഡ്ഡങ്ങാടി മെൽക്കാറിന്റെ പെണ്ണുങ്ങല്ല, നല്ല പെണ്ണിങ്, നല്ല ഭാര്യ, നല്ല ധാരാളം പെണ്ണിങ്ങുണ്ട്, നല്ല പെണ്ണിങ്. ഞങ്ങളെ നാട്ടിൽ അപ്പുറല്ല, അപ്പുറത്തെ പെണ്ണിങ് എന്താക്കുക, ഇതല്ല സമത് നിന്റെ ഉമ്മ വിളിച്ചോണ്ട് എന്തിനാ കേട്ടിട്ട് പോയിട്ട് ആരെ സമതിനാച്ചി മോണ് ഇത് വേഗ വേഗം മുഴുങ്ങോണ് വണ്ടേക്ക് മുന്നോ തിണ്ടി തീർക്ക് മോണി കൊടുക്കുന്ന ഐസ്ക്രീം അല്ലെങ്കിൽ ജ്യൂസ് അവന് പണി ചൊല്ലണ്ട സമ ഉർത്തിട്ടല്ലപ്പോ ഈ മണ്ണ സാളിലെല്ലാം ഉർത്തുന്ന ഉർത്തുർത്ത് കേട്ടെങ്കിൽ ജ്യൂസ് കുടിച്ചെന്ന് ചൊല്ലണ്ട, തണ്ണി കുടിച്ച ചൊല്ലു കേട്ടെങ്കിൽ ആര് ഒരു പാതി അര ക്ലാസ് ജ്യൂസ് ഈ സമതിന് കൊടുത്തെങ്കിൽ ആർട്ട് ഫെയിലാവാ കൊടുക്കലേ നിങ്ങളോ നിങ്ങൾ നല്ല പെണ്ണി അള്ളാഹു ബർക്കത്താക്കട്ടെ. കൊടുക്കല 20 ചില ആളുകൾ, അത്തരം ആളുകൾക്ക് അള്ളാഹുവിന്റെ ശാപം ഇറങ്ങുന്നുണ്ട്. മലക്കാണ് അവർക്ക് അള്ളാഹുവിനോട് മലക്കുകളാണ് അള്ളാഹുവിനോട് ദുആ ചെയ്തത്. അല്ലാ ഇതുപോലെ കഞ്ചൂസാക്കുന്ന പെണ്ണിനിക്ക്, ഇതുപോലെ കഞ്ചൂസാക്കുന്നവർക്ക് അള്ളാഹുവേ നീ നാശം കൊടുക്കണേ അല്ലാ എന്ന് അള്ളാന്റെ മലക്കുകൾ ദുആ ചെയ്യുന്നുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാന്റെ റസൂലാണ് ഇത് പറഞ്ഞത്. ഉസ്താദല്ല സാപ്പ വെച്ചത്, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ് സാപ്പ വെച്ച് നിങ്ങൾ ഹലാക്കായിട്ട് പോട്ട് നിങ്ങൾ ഉസ്താദിനെ അപ്പളെ ഡിസ്മിസ്. ഈ റായത്ത് ഒരു ഫംഗ്ഷനുകൾ ബറോത്തീറ എഴുതി വെക്കും. അള്ളാന്റെ മലക്കുകളെ ശാപം വെക്കുന്നു, നീ കഞ്ചൂസാക്കിയിട്ട് കൊടുക്കാതിരുന്നിട്ട് എടുത്തു വെച്ചിട്ട്. ചില പെണ്ണുങ്ങളെ മംഗലം വിളിക്കാൻ പോയിട്ട് 1/2 ഗಂಟೆ പഞ്ചാതികളുണ്ട്. ഉമ്മ ഉസാറുണ്ടാ, ഉമ്മയുടെ മുട്ടുനമ്പല സുമാറുണ്ടാ, നിന്റെ മൂത്തോള് ദുബൈരെ വന്നിറാള, എല്ലാം ലണ്ടനിലാണ് റായത്ത് വന്നിറാണ്. മുണ്ടി 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 ഓന്റെ തൊണ്ടന്റെ ഫസലെല്ലാം ആറിയിട്ട് മംഗലെല്ലാം വിളിച്ചിട്ട് പോയിട്ട് ഗേറ്റിലൂടെ എത്തുമ്പോ ഇതെല്ലാം നീ ജ്യൂസ് കുടിച്ചിട്ട് പോത്തില്ല, നീ സൂക്ഷിച്ചില്ലെന്നാലും മംഗലത്ത് വരില്ല. 1/2 ഗಂಟೆ പഞ്ചാതികാക്കുമ്പോ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. ലണ്ടന്റെയും ദുബൈന്റെയും ചൈനാന്റെയും വിഷയം പറഞ്ഞല്ലാതെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൊടുത്തിട്ടില്ല. പോയിട്ട് ഗേറ്റിലേക്ക് എത്തിയ പിന്നെ വേണ്ടപ്പ ഈ രൂപത്തിലാണോ കയറി വന്നവർക്ക്, കുടുംബത്തിൽപ്പെട്ടവർക്ക്, അതിഥികൾക്ക് മര്യാദയായി കുടിക്കാൻ കൊടുക്കുക, നല്ലത് കുടിക്കാൻ കൊടുക്കുക. പെണ്ണുങ്ങളൊക്കെ കുടിക്കാൻ കൊടുക്കി എന്നൊക്കെ പാട്ട് പാടിയത് കൊണ്ടായോ, പാട്ട് പാടിയത് കൊണ്ടായില്ല, പാട്ട് കേട്ടത് കൊണ്ടായില്ല. വരുന്നവർക്ക് കുടിക്കാൻ ഏറ്റവും നല്ലത് പച്ചവെള്ളമാണ്, കുടിക്കാൻ കൊടുക്കാൻ ഏറ്റവും നല്ലത് കിണറ്റിലെ വെള്ളമാണ്. കിണർ വീട്ടിൽ ബറക്കത്താണ്. വീട്ടിലെ കിണറുണ്ടെങ്കിൽ കിണർ തന്നെ കിണർ നല്ല കിണർന്നായിട്ടിരിക്കല ഡൗട്ടുണ്ട്. കിണത്തിന്റെ വെള്ളമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളത്തിലേക്ക് സംസം കിണറുമായി ബന്ധമുണ്ട്. രാവിലെ സുബ്ഹിക്കുള്ള കിണറ്റിന്റെ വെള്ളത്തിൽ കുളിച്ചാൽ ആശ്വാസമാണ്. രാവിലെ കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല, ആ വെള്ളം അതുപോലെ എടുത്തു കുടിച്ചാൽ ആരോഗ്യത്തിന് വല്ലാത്ത അസറാണ്. രാവിലത്തെ വെള്ളം കോരണം. ഈ സിഹിർ ബാത്തിലാക്കുന്നല്ലേ പറഞ്ഞിട്ടില്ലേ, സുബൈക്ക് ഏത് കിണറ്റിന്റെ വെള്ളം വേണം, തണ്ണി വേണമെന്നല്ലേ അല്ലേ, ഇവിടെ ഇല്ലേ അല്ലേ? പണ്ടത്തോറിൽ കേട്ടിട്ടില്ല സുബൈക്ക് ഏത് കിണറ്റിന്റെ തണ്ണി വേണമെന്നല്ല. അറിയാലോ, ഊട്ടോർ മാട്ട ഇസ്മു മന്ത്രം എന്താക്കുന്നില്ല. അള്ളാഹുവേ നീ സലാമത്താക്കണേ അല്ലാ. പിന്നെ രാവിലെ കിണറ്റിന്റെ വെള്ളം അള്ളാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. കിണറ്റിന്റെ വെള്ളം ചൂടാക്കേണ്ടതില്ല, മൺപാത്രത്തിലാണ് വെള്ളം കുടിക്കാൻ വെക്കേണ്ടത്. ചൂടാക്കിയ വെള്ളം പൈപ്പ് ലൈനിന്റെ വെള്ളമാണെങ്കിൽ, കുഴൽ കിണറിന്റെ ബോറിന്റെ വെള്ളമാണെങ്കിൽ അത് ചൂടാക്കിയിട്ട് മൺപാത്രത്തിൽ കൂട്ടിവെച്ചാൽ മണ്ണ് പോയിസൺ വലിച്ചെടുക്കാൻ, വിഷം, ഫുഡിലുള്ള വിഷം വലിച്ചെടുക്കാൻ കഴിവുള്ളതാണ് മൺപാത്രങ്ങൾക്ക്. അതാണ് മണ്ണിന്റെ പാത്രത്തിൽ മീൻകറി വെക്കാനും മൺപാത്രത്തിൽ ഫുഡ് ഉണ്ടാക്കാനും. ഇന്ന് ചില ഹോട്ടലിലൊക്കെ കാണാം മൺപാത്രം. അതിന്റെ സീക്രട്ട് അന്വേഷിച്ച് നോക്കുമ്പോ ഒരാൾ പറഞ്ഞു, വലിയ അണ്ടയിൽ ബിരിയാണി ആക്കിയിട്ട് ആൾമാർക്ക് വിളമ്പിട്ട് കൊടുക്കുക മാത്രം മണ്ണിന്റെ ചട്ടിയിൽ ഡോങ്കി കണ്ട ഉള്ളിൽ ബിരിയാണി ആക്കുന്ന വലിയ അണ്ട് കിജിനണ്ട് ഇതാക്കിയിട്ട് ആൾമാർ ബർമ്മത്തുവോ ഇതിന് ചെറിയ ചെറിയ മണ്ണിയുടെ പാത്രം ആക്കിയിട്ട് മുച്ചിട്ട് കെട്ടിയിട്ട് വെച്ചിട്ട് മണ്ണിയുടെ പാത്ര ഒക്കെ ഡോങ്കിയാണ് അല്ലേ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാ. ആളുകൾക്ക് നല്ലത്
തിന്നാൻ കൊടുക്കണം, മക്കൾക്ക് നല്ല തിന്നാൻ കൊടുക്കണം. പെൺമക്കളൊക്കെ ഇന്ന് ചെറിയ ചെറിയ മക്കൾ ചിക്ക, അവർക്ക് ചിക്ക അല്ലാതെ ഒരു സുഡ്ഗാടും വേണ്ട, ഈ ചിക്കനല്ലാതെ അവർക്കൊന്നും വേണ്ട. ഗർഭപാത്രത്തിന് പോലും രോഗമുണ്ടാക്കാൻ കഴിവുള്ള ഇഞ്ചക്ഷനുകൾ അടിച്ചു വരുന്ന ചിക്കനുകൾ വളരെ സൂക്ഷിച്ചിട്ട് വേണം. ആരെങ്കിലും കോഴിക്കച്ചവടക്കാർ എന്നോട് ആരും സങ്കടപ്പെടരുത്, കുറച്ച് കുറക്കുന്നത് നല്ലതാണ്. യുവതികളായ പെൺകുട്ടികള് ടിക്ക തിന്നുന്നതും അൽഫാബ് തിന്നുന്നതോ അതുപോലെ ഷവർമ്മയും എപ്പോഴെങ്കിലും ഒരിക്കലാകാം, എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ഒക്കെ ആകാം. അതെപ്പോഴും നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടന്നാൽ മെൻസസ് പ്രോബ്ലംസുകൾ, ഒരുപാട് വയറ്റിന്റെ അസ്വസ്ഥതകൾ, മാസക്കുളിയുടെ പ്രശ്നങ്ങൾ, ഗർഭപാത്രത്തിൽ കുഞ്ഞിന് പോലും നിൽക്കാൻ കഴിയാത്ത രൂപത്തിൽ ഗർഭപാത്രത്തിന്റെ കഴിവ്, അതിന്റെ കപ്പാസിറ്റി കുറയുമെന്നല്ലേ മുഅ്മിനീങ്ങളെ കുറച്ചൊന്ന് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതുമാകട്ടെ, ആളുകൾക്ക് നല്ലത് തിന്നാൻ കൊടുക്കണം, നല്ലത് കുടിക്കാൻ കൊടുക്കണം. എന്തെങ്കിലും ബാക്കിയായത് അജുമ്മത്തിൽ നെയ്ച്ചോറുണ്ട്, അതർട്ട നെയ്ച്ചോറുണ്ട്, നിങ്ങ തിന്നറാറാ എപ്പത്തത് കഞ്ഞ തിങ്ങളാക്കിയിട്ട് ഒഴിഞ്ഞത് ഫ്രിഡ്ജിൽ വെച്ചത്. ഇങ്ങനെയല്ല കൊടുക്കേണ്ടത്. ബിരിയാണി ഉണ്ടാക്കിയപ്പോ, ഫിഷ് കറി ഉണ്ടാക്കിയപ്പോ, ബീഫിന്റെ ചില്ലി ഉണ്ടാക്കിയപ്പോ ചൂടാ വീട്ടു പരിസരത്തുള്ളവരിലേക്ക് നിങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോ ഒരൽപ്പം വിശാലത ചെയ്യണമെന്ന്. കറി ഉണ്ടാക്കുമ്പോ വെള്ളം കൂടുതലാക്കിയിട്ട് അയൽവാസികളെ പരിഗണിക്കണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയോ അർറജുലു ഫീ ളില്ലി സദഖതിഹി, ആ ഓരോ ആളുകളും നാളെ മഹ്ശറയുടെ മുറ്റത്തെത്തുമ്പോ ഒരു ചാണ് മുകളിൽ സൂര്യൻ ഉദിക്കുമ്പോ ആളുകൾക്കുള്ള തണൽ അർറജുലു ഫീ ളില്ലി സദഖതിഹി. ആ മനുഷ്യനെ ഹിബ്ബാണ്ടങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാ, ധാരാളം ഭക്ഷണം കൊടുത്തവർ, ധാരാളം സദഖ ചെയ്തവർ, ധാരാളം സദഖ നന്മകൾ ചെയ്തവർ, അവർ കൊടുത്ത ഭക്ഷണമില്ലേ, അവർ കൊടുത്ത ഡ്രസ്സില്ലേ, അവർ കൊടുത്ത ഫുഡില്ലേ, അവർ കൊടുത്ത പണമില്ലേ, അവർ കൊടുത്ത മാലയില്ലേ, ചൈനില്ലേ, ഇതിന്റെ തണലിലാണ് ഇത് നാളെ മഹ്ശറയിൽ അവർക്ക് തണലായി വരുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അർശിന്റെ തണൽ കിട്ടാൻ, സ്വർഗത്തിൽ പോകാൻ സദഖ കാരണമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അബൂ ഹുറൈറ തങ്ങളെ തൊട്ടുദ്ധരിക്കുന്ന ഹദീസിൽ കാണാം. എന്താണ് ഹദീസ്? ഉംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ, ധാരാളം ചെലവഴിച്ചോ, അള്ളാന്റെ വഴിയിൽ ധാരാളം ചെലവഴിച്ചോ. ചെലവഴിച്ചാൽ നിനക്ക് കിട്ടുന്നത്, നിനക്ക് കിട്ടാൻ പോകുന്നത് അംഫിക് യബ്ന ആദം, മനുഷ്യ നീ ധാരാളം ചെലവഴിച്ചോ. അങ്ങനെ ചെലവഴിച്ചാൽ നിനക്ക് അല്ലാഹു ചെലവഴിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ചെലവഴിക്കുന്നവർക്ക് അല്ലാഹു ചെലവഴിക്കുന്നു. ആരാണോ ചെലവഴിക്കുന്നവർ, ആരാണോ നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ, അങ്ങനെ ചെലവഴിക്കുന്ന ആളുകൾക്ക് അല്ലാഹുവേ നീ ചെലവഴിക്കണമെന്ന് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു പറഞ്ഞതല്ലാതെ റസൂലുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. അല്ലാഹു നിനക്ക് ചെലവഴിക്കാൻ വേണ്ടിയിട്ട് നീ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് ധാരാളം ചെലവഴിക്കണം. ഒരാളും കൊടുത്തിട്ട് കുറഞ്ഞു പോയിട്ടില്ല. ഒരാളും സദഖ ചെയ്തിട്ട് അവരുടെ സമ്പത്തിൽ കുറവ് വന്നിട്ടില്ല, അവരുടെ അനുഗ്രഹത്തിൽ കുറവ് വന്നിട്ടില്ല, അവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല. മുഹമ്മദുർ റസൂലുള്ളാഹി വമാ സാദല്ലാഹു ബിഅഫ്വിൻ ഇല്ലാ ഇസ്സാ. ആളുകൾക്ക് വിട്ടുവീഴ്ച ചെയ്തതുകൊണ്ട് ഒരാളും മോശമായിട്ടില്ല. അല്ലാഹു ഇസ്സത്തല്ലാതെ കൊടുത്തിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുക, പുറത്തു കൊടുക്കുക, മാപ്പ് ചെയ്തു കൊടുക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു അവന്റെ ഇസ്സത്ത് വർദ്ധിപ്പിക്കുന്നുവെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ ചോദിക്കുകയാ, അല്ല സ്വഹാബ, നിങ്ങൾക്ക് അബൂ ലംലമിനെ പോലെ ആയിക്കൂടെ? അബൂ ലംലമിനെ പോലെ നിങ്ങൾക്ക് ആവാൻ പറ്റൂലേ? സഹാബത്ത് ചോദിക്കുകയായ റസൂലല്ലാഹ്, ആരാണ് അബൂ ലംലം? ആരാണ്?
അള്ളാന്റെ റസൂല് പറഞ്ഞു അബൂ ലംലം കഴിഞ്ഞ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ ഒരു മഹാനാണ്. ഈ അബൂ ലംലം രാവിലെ വന്ന് പർവ്വതത്തിന്റെ മുകളിൽ കയറി, കല്ലിൻ മുകളിൽ കയറി നാട്ടുകാരോട് വിളിച്ചു പറയുകയാ, എന്റെ അഭിമാനം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാ. എന്നെ എന്തും പറയാം, എന്നെ കുറ്റം പറയാം, എന്നെ ഗീബത്ത് പറയാം, ചാടി പറയാം, ഫസാദ് പറയാം, എല്ലാം ഞാൻ പൊരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്ന ആളാണ് അബൂ ലംലം എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വിട്ടുവീഴ്ച പൊരുത്തപ്പെട്ടു കൊടുക്കുക, എല്ലാം പൊരുത്തപ്പെട്ടു കൊടുക്കുക. ചെറിയ ചെറിയ കടമൊക്കെ ബാക്കിയുള്ളത് പൊരുത്തപ്പെട്ടു കൊടുക്കുക, സാരല്ല, മാപ്പാക്കി കൊടുക്കുക. അല്ലേ കടം ചില ആള് കടം വാങ്ങുന്നതന്നെ നിയത്താക്കിയിട്ടേ വാങ്ങുന്നത്, അങ്ങനെ കൊടുക്കാനില്ല എന്ന് നിയത്താക്കിയിട്ട് വാങ്ങുന്ന ചില ആളുകളല്ല. കടം കൊടുക്കൽ നല്ലതാണ്, പുണ്യമാണ്. 1 ലക്ഷം റുപ്യ കടം കൊടുത്ത 50,000 റുപ്യ സദഖ കൊടുത്ത കൂലിയുണ്ട്. നല്ല പക്ഷെ കുറച്ച് ജാഗ്രത ആക്കിയിട്ട് കൊടുക്കും, പൊരുത്തപ്പെട്ടിട്ടേ കൊടുക്കുന്നത് നല്ല. തിരിച്ച് കേൾക്കാൻ പോകുമ്പോ സിനിമ പോലാക്കും തിന്നും തണ്ട് റായ വിട്ടിരുമ്പോ നിന്റെ 50,000 റുപ്യ നിനക്ക് വിഷയമല്ല, ഇപ്പൊ അരഗണ്ടൽ വേണമെങ്കിൽ തണ്ട് താ അരഗണ്ടൽ ഒരു നാളാക്കി തരുന്നില്ല. നിന്റെ 50,000 നക്കവിടെ 7 5 ഊണ് ഫോൺ 5 അവിടെ ഇൻവെസ്റ്റ് ഉണ്ട്, ഷെയർ മാർക്കറ്റ് ഉണ്ട്. നിന്റെ 50,000 നീ പോണ്ടല്ലോ, ഇത്രല്ലോ ഉണ്ട്, 50,000 കൊടുത്തെങ്കിൽ ഇല്ല, എന്തില്ല, സീറോ അല്ലെ, സീറോ ട്രാഫിക് പോലെ എല്ലാവരും